എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ഉച്ചയൂണിന് തയ്യാറാക്കാൻ പറ്റുന്ന കറികളും അതിൻ്റെ റെസിപ്പിയുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. മീൻ കറിയും ഇഞ്ചിക്കറിയും കൂമ്പും പയറും തോരനും കപ്പ ഉടച്ചതും അങ്ങനെ എല്ലാം കൂടിയുള്ളൊരു ഉച്ചയൂണാണ്. ആദ്യം തോരൻ തയ്യാറാക്കാം. അതിനുവേണ്ടി ഇതൊരു ഞാലിപ്പൂവൻ കൂമ്പാണ്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള കുറേ ഇതളുകളങ്ങ് ഇളക്കി കളയാം. മുകളിലുള്ള കുറേ ഇതളുകൾ ഇളക്കി കളഞ്ഞാലേ ഇത് കഴിക്കാതിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് കഴിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം ഇളക്കി കളഞ്ഞതിന് ശേഷം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് കൊത്തി അരിഞ്ഞ് തയ്യാറാക്കിയെടുക്കാം. കൂമ്പ് ഇതേപോലെ നന്നായിട്ട് വെളുത്ത ഭാഗമാകുന്നത് വരെ ഇതിന് മുകളിലുള്ള ഇതളുകൾ ഇളക്കി കളയണം. ഇത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കറയൊന്ന് കളഞ്ഞെടുക്കണം. അതിനുവേണ്ടി ഇതാ വെളിച്ചെണ്ണ ഇതേപോലെ കയ്യിലേക്കൊന്ന് തടവി കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പ് ഇതേപോലെ കയ്യിലേക്ക് എടുത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് തിരുമ്മി കൊടുക്കണം. അപ്പോൾ ആ കറയുള്ള ഭാഗം നമ്മുടെ കയ്യിൽ ലാസ്റ്റ് ഇങ്ങനെ ഇരിക്കും. അതങ്ങ് കളയണം, അതിരുന്നാൽ കഴിക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് കൂമ്പിൻ്റെ കറ കളഞ്ഞെടുക്കുന്നത്. ഇതേപോലെ കയ്യിൽ ലാസ്റ്റ് കുറച്ചിങ്ങനെ കൂടി വരും. അപ്പോൾ ആ ഭാഗം എടുത്ത് കളയാം. അതെല്ലാം ഇതേപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രത്തോളം കറ അതിലുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. 3 വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുത്തൊന്ന് ചതച്ചെടുക്കാം. തോരനുള്ള പയറ് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിരിക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് അത് അടുപ്പിലേക്ക് വെക്കാത്തത്. ഇനി ആ സമയത്ത് നമുക്ക് കപ്പയും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. 2 കപ്പയാണ് എടുത്തിരിക്കുന്നത്. അതെന്താ ഇതേപോലെ തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇതേപോലെ ഇതിനെ ഒന്ന് കൊത്തിയെടുക്കണം. അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കപ്പ കൊത്തിയെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പയെല്ലാം നമുക്കൊന്ന് കൊത്തിയെടുക്കാം. ഇതേപോലെ കൊത്തിയ കപ്പയിന് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ച് കൊടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ കുതിരാനിട്ടിരുന്ന പയർ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അത് കുക്കറിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിരുന്ന കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞെടുക്കാം. അതിനുവേണ്ടി അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ശകലം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഊറ്റി വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ഒഴിച്ച് കൊടുത്ത് അടുപ്പിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അരപ്പൊന്ന് ആവി കയറ്റിയെടുക്കണം. ഇനി ഇതേപോലെ ആവി കയറ്റിയ കപ്പ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കപ്പയാണെങ്കിലും ആദ്യം ഒരു വെള്ളം ഊറ്റി കളഞ്ഞിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഇത് ഒരു വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം രണ്ടാമത് വേവിച്ചെടുത്തതാണ്. അങ്ങനെ 2 വെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കയ്പ്പൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഒതുക്കി വെച്ചതിന് ശേഷം അടച്ചു വയ്ക്കാം. ഇപ്പം വേകാൻ വെച്ചിരുന്ന പയർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. കൂമ്പിനൊക്കെ വേവ് കുറവായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ തോരൻ നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഇതേപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. കടുക് വറുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. ഇതേപോലെ നല്ലതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി തോർത്തിയെടുക്കാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള കൂമ്പും പയറും തോരനും റെഡിയായി കഴിഞ്ഞു. ഇനി മീൻ കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അരയാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും നുള്ളു ഉലുവയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് അരച്ചു കൊടുക്കാം. ഇന്ന് വാളമീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വാളമീനൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം അതിന് മുകളിലുള്ള ചുണ്ണാമ്പ് നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഇതേപോലെ കത്തി ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഉരച്ച് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. പുറവശം നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഉള്ളിലേക്കുള്ള ആ ഭാഗമൊക്കെ നന്നായിട്ട് കറുത്ത് രക്തം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് ആ കറുത്ത ഭാഗത്തുള്ള തൊലിയൊക്കെ ഉണ്ട്, അതെല്ലാം കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. വാളമീനൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഈ രീതിയിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 ഭാഗവും ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്തെടുത്ത് ഇനി നമുക്കിതിനെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ കറിക്ക് ആവശ്യമുള്ള പീസസ് എത്രത്തോളം വലിപ്പമുണ്ട് ആ ഒരു വലിപ്പത്തിൽ മുറിച്ചെടുക്കാം. വറുക്കാനും കൂടി ചേർത്താണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആ 2 പീസും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി ഒരു 3-4 വെള്ളം കഴുകി വൃത്തിയാക്കി എടുക്കാം.
അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ചട്ടിയിലേക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. അരപ്പൊഴിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കറിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 3-4 ഉണ്ടമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതാ ഒരു മുരിങ്ങക്ക ഉണ്ടായിരുന്നു, അതും കൂടി കട്ട് ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ കറി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യമുള്ള മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. മാങ്ങയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി വയ്ക്കാം. മൂടി വെച്ച് നന്നായിട്ട് കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. വാളമീനൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഒന്ന് തിളച്ച് കിട്ടുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം എണ്ണ തെളിയാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയതിന് ശേഷം മൂടി വയ്ക്കാം. ഇത് ഇഞ്ചി കറി വയ്ക്കാനുള്ള തേങ്ങ ചിരകിയതാണ്. അത് ആ പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ തേങ്ങ നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഇഞ്ചി കറി വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തേങ്ങയും ഇഞ്ചിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് മൂത്ത് കളർ മാറി വരണം. എന്നാലേ ഇഞ്ചി കറിക്ക് നല്ലൊരു കളർ കിട്ടുകയുള്ളൂ. ആ ഒരു രീതിയിൽ വേണം ഇത് വറുത്തെടുക്കാൻ. തേങ്ങ വറുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മീൻ കറി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് പരുവായി വന്നിട്ടുണ്ട്. അതും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ തേങ്ങ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം. അത്രയും സമയം ഇതിനെ ഒന്ന് വറുത്തെടുക്കണം. മസാലകൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കിയതിന് ശേഷം വേണം ഇതേപോലെ മൂപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഇതാ നന്നായിട്ട് ഇത് മൂത്ത് പരുവായി വന്നിട്ടുണ്ട്. പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി ഇഞ്ചിയും ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഇതാ ഇഞ്ചിയും ഉള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇഞ്ചി വറുത്തെടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി മൂത്ത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. ഇതേപോലെ നന്നായിട്ട് കളർ മാറി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഈ ഇഞ്ചി കോരി മാറ്റിയതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വീണ്ടും അതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഉള്ളിയും ഇഞ്ചിയും കൂടെ നന്നായിട്ടൊന്ന് കളർ മാറ്റി നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കണം. ഈ ഒരു പരുവത്തിൽ വേണം ഇത് വറുത്തെടുക്കാൻ. ഇനി അത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ തേങ്ങ വറുത്ത് വെച്ചിരുന്നത് നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അത് അരയ്ക്കാൻ വെച്ചതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയും ഇട്ട് കൊടുക്കാം. അതും ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് അരയ്ക്കാൻ വെച്ചിരുന്നത് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് പൊടിക്കാൻ എടുത്തതും ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചിയും ഉള്ളിയൊക്കെ വറുത്തതിൻ്റെ ബാലൻസ് എണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു നുള്ള് ഉലുവയും നുള്ള് കടുകും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാം കൂടി നന്നായി മൂത്ത് വരുമ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചിയാകുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയും ഉണ്ടല്ലോ, അതും ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഈ സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൽ വെള്ളം കുറവായിരുന്നു, ഞാൻ കുറച്ച് വെള്ളം കൂടെ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം. ഇത് 2 മുളകുണ്ട്, അത് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മൂടി വെച്ച് കറി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായി സിമ്മിലാക്കി വീണ്ടും എണ്ണ തെളിയാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇഞ്ചി കറി നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് എണ്ണയൊക്കെ മുകളിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റുള്ള ഇഞ്ചി കറിയും റെഡിയായി കഴിഞ്ഞു. ഇത് വറുക്കാനുള്ള മീൻ അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അത് ചോറ് വിളമ്പുന്ന സമയത്ത് വറുത്തെടുക്കാം. അപ്പം ഇന്നത്തെ കറികളെല്ലാം റെഡിയായി കഴിഞ്ഞു. നമുക്ക് ചോറ് വിളമ്പാം. പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ തയ്യാറാക്കിയ തോരൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്കത് ഉടച്ച കപ്പ വെച്ച് കൊടുക്കാം.
കപ്പയും വെച്ച് കൊടുത്തതിന് ശേഷം മീൻ വറുത്തതൊരു സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ഇഞ്ചിക്കറിയാണ്, അതും വിളമ്പി കൊടുക്കാം. ഇനി നമ്മുടെ വാള കറി വെച്ചത്, അതും കഷ്ണവും കറിയും എല്ലാം കൂടെ വിളമ്പി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.